ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ തയ്യാറാക്കി നോക്കിയാലോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ രീതിയിലാണ് നിങ്ങൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത് വലിയ ഒരു കോളിഫ്ലവറാണ്, അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം കോളിഫ്ലവർ ഫ്രൈ എത്ര നല്ല വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. ഞാൻ പക്ഷേ അത്രയും വലുതാക്കുന്നില്ല. ചെറിയ ചെറിയ പീസായിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളമൊന്ന് തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുന്നതിൽ അതിലെന്തെങ്കിലും ഇപ്പം കോളിഫ്ലവറൊക്കെ ആകുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ മരുന്നൊക്കെ അടിച്ചു വരുന്നതാന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് പൊയ്ക്കോളും. നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടിക്കോളും. ഒരു 3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടായതുകൊണ്ട് തന്നെ ഞാൻ എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് 3 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു തിക്നെസ്സിൽ, ഇപ്പോൾ ഇത് കുറച്ച് തിക്കാണ്, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു തിക്നെസ്സിലാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് ഒരു ഹാഫ് കുക്കായിട്ടുള്ള കോളിഫ്ലവർ, ഓവർ കുക്കാവരുത് കേട്ടോ. 3 മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുത്താൽ മതി. ഓവർ ആയാലും നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കും പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാഫ് കുക്ക് ആയാൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാം. മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്ത ശേഷം ഓയിൽ നന്നാക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ചൂടായ ഓയിലിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഹാഫ് കുക്ക് ആയതല്ലേ, പിന്നെ ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിത് ഓരോ പീസായി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം, ഒരു മിനിറ്റ് 2 മിനിറ്റിൻ്റെ അടുത്തൊക്കെ അങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല ഇതായി വന്നിട്ടുണ്ട്, ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതാ ഇതുപോലെ അങ്ങ് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒന്നുകൂടെ ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു സംഭവം കൂടി ഇതിലേക്ക് ചെയ്യുന്നുണ്ട്. ഞാനിത് ഒരു ഫ്രൈഡ് റൈസൊക്കെ സൈഡായിട്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള കോളിഫ്ലവർ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ടൊമാറ്റോ കെച്ചപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ സോസ് ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ ആ സോസും കൂടെ ഉണ്ടാവുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആവുമല്ലോ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു അടിപൊളി കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസിക്ക് സൈഡായിട്ട് സ്കൂളിലേക്ക് കൊടുത്തയക്കാനുള്ളതുകൊണ്ടായിട്ടോ ഞാൻ ഈ ഒരു രീതിയിൽ സോസി ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്